Hi all, welcome back. Good evening. കേൾക്കുന്നില്ലേ? ഗുഡ് ഈവനിങ് മാം, കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 107 BPCC 107 സോഷ്യൽ സൈക്കോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പഠിക്കാത്തവർക്ക് നമ്മുടെ ഈ സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എക്സാം എഴുതാം. അത്യാവശ്യമുള്ളത് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ക്ലാസ്സസ് എടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ആദ്യം കാണിച്ചു തരാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരിക എന്നുള്ളത്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ഡിസംബർ 2022 ചോദിച്ചതാണ്. പിന്നെ അടുത്തത് ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്ക്രൈബ് ഹിസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എഴുതിയിട്ട് ആൻഡ് ദെൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എഴുതും. ഇപ്പം ഇതിലായാലും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാണെങ്കിലും നമ്മൾ എന്ത് എഴുതണം? സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ജോയിൻ ആവുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോഴും എന്ത് എഴുതണം? സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് എഴുതി നേച്ചറും സ്കോപ്പും ഒക്കെ എഴുതണം. ഇനി അടുത്തത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അതേ ക്വസ്റ്റ്യൻ തന്നെ ഷോർട്ട് നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് നോട്ട് ആകുമ്പോൾ 150 വേർഡ്സ് ആണ് എഴുതേണ്ടത്. നമ്മളൊരു 3 പേജസ് എങ്കിലും എഴുതണം. 300 വേർഡ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര പേജ് എഴുതണം? 6 പേജസ് എഴുതണം. 5 to 6 പേജസ് എഴുതിയാലാണ് കേട്ടോ സ്കോർ കിട്ടുള്ളൂ. ഇനി ഡിസ്കസ് ദ ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. വന്ന ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. ആകെ 2 ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, പിന്നെ അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആകെ ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ 2 ടോപ്പിക്കാണ് ആകെ ഇതിൽ നോക്കാനുള്ളത്, അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? നമുക്ക് 300 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ട് വെച്ചെങ്കിൽ 6 പേജസ്, 5 to 6 പേജസ് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എഴുതുമ്പോൾ സോഷ്യൽ സൈക്കോളജിക്ക് ഒരു ഹെഡിങ് കൊടുത്ത് അതിൻ്റെ പോയിന്റ് വൈസ് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോയിന്റ് എഴുതിയിട്ട് പിന്നെ ബാക്കി എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് എഴുതുക. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് പോയിന്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആൻസർ എഴുതുമ്പോൾ പോയിന്റ് ആക്കിയിട്ട് എഴുതുക. ഞാനിവിടെ നോട്ടിൽ പോയിന്റ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പോയിന്റ്സ് ആക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. Social psychology is an important branch of psychology which studies human interaction, its manifestations, causes, consequences and various psychological processes involved in it. അപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് നോക്കുന്നത്. ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്, ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ, പിന്നെ അതിൻ്റെ കോസസ് ആൻഡ് കോൺസിക്വൻസസ്, ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് എന്ത്? സോഷ്യൽ സൈക്കോളജി. അപ്പോൾ ഇതിൽ സൈക്കോളജിക്കൽ പ്രോസസ്സും കൂടെ നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, സോഷ്യൽ സൈക്കോളജി ഈസ് ഡിഫൈൻഡ് ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ വി ഫീൽ അബൌട്ട്, think about and behave toward the people around us and how our feelings, thoughts and behaviors are influenced by those people in the social context. ഇപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്ത് തോന്നുന്നു, നമ്മൾ എന്താണ് അവരെ പറ്റി തിങ്ക് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സോഷ്യൽ സൈക്കോളജി. അതുമാത്രമല്ല, ഹൗ അവർ ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദോസ് പീപ്പിൾ. മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മുടെ ഫീലിങ്സിനെയും തോട്ട്സിനെയും ബിഹേവിയേഴ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ഇതും കൂടെ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ, എവിടെയല്ല
ഒരു വീട്ടിനകത്തല്ല, ഒരു സൊസൈറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരൊക്കെ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് എന്താണ്, നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത് എന്താണ്, നമ്മളെ തോട്ടുകൾ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതൊക്കെ പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് ഫീൽഡാണ് എന്ത്, സോഷ്യൽ സൈക്കോളജി. ഓക്കെ ആയോ പറഞ്ഞത്? സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് മനസ്സിലായോ? Nature of social psychology. There are three major components that characterized the nature of social psychology. Sources allowed nature of social psychology ആണ്, social psychology. ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈസ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. നേരത്തെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്? ഒരു സയൻറ്റിഫിക് സ്റ്റഡി അപ്ലൈ ചെയ്യുന്നതാണ്. സോഷ്യൽ സൈക്കോളജി ഈസ് സയൻറ്റിഫിക് ഇൻ നേച്ചർ. സയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ എന്താ? കൃത്യമായിട്ട് തെളിവുകൾ നിരത്തി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണ് സയൻറ്റിഫിക്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയും ഇതേപോലെ സയൻറ്റിഫിക് ആണ്, വെറുതെ നമ്മൾ വിളിച്ചു പറയുന്നത് ഒന്നല്ല, കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് എന്തും സോഷ്യൽ സൈക്കോളജി. ഇറ്റ് അപ്ലൈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ മെയിനായിട്ട് ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുകയാണ്, പക്ഷെ എവിടെയാണെന്ന് മാത്രം? സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്. ഒരു സൊസൈറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹ്യൂമൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെപ്പറ്റി സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട്, ആൻഡ് മെഷർമെൻറ്റ്സും ഉണ്ട്. സോഷ്യൽ സൈക്കോളജിക്കൽ സ്റ്റഡീസ് റെഫർ ടു ദ ഡാറ്റ ബീയിങ് കളക്റ്റഡ് ത്രൂ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റ്. സോഷ്യൽ സൈക്കോളജിക്കൽ സ്റ്റഡീസ് എങ്ങനെയാണ്? ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ്. ദ സയൻറ്റിഫിക് സോഷ്യൽ സൈക്കോളജി ക്യാരീസ് ഔട്ട് 3 മേജർ ആക്ടിവിറ്റീസ്. 3 മേജർ ആക്ടിവിറ്റീസ് ആണ് സയൻറ്റിഫിക് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രെഡിക്ഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയർ. ഒരു ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ ബിഹേവിയർ കാണാണ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ടോയ്ലറ്റ് ഇല്ല, ഡിസ്ക്രൈബ് ചെയ്തു, കണ്ടെത്തി. ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോബ്ലം കണ്ടെത്തുകയാണ്. ആൻഡ് ദെൻ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഈ സൊസൈറ്റിയിൽ ഇത്രയും വീട്ടിൽ ഇത്രയും ജനങ്ങൾ താമസിക്കുന്നുണ്ട്, ഇവർക്കൊരു ടോയ്ലറ്റിനുള്ള സൗകര്യമില്ല, എക്സ്പ്ലനേഷൻ കൊടുത്തു. ആൻഡ് പ്രഡിക്ഷൻ കൊടുക്കുകയാണ്. ഇതില്ലാതായാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഭാവിയിൽ ഇത് വന്നാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സോഷ്യൽ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എന്ത് സയൻറ്റിഫിക് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി പ്രൊവൈഡ്സ് എ സയൻറ്റിഫിക് അക്കൗണ്ട് ഓഫ് സോഷ്യൽ ബിഹേവിയർ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ റാദർ ദാൻ ഓൺ കോമൺ ബിലീഫ്സ്. കണ്ടോ? അപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയാണ്, അല്ലാതെ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്താണ്? കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് എന്ത് ഒരു സോഷ്യൽ ബിഹേവിയറിന് ഒരു സയൻറ്റിഫിക് അക്കൗണ്ട് സോഷ്യൽ സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി ഓൾസോ അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ Social psychology also attempts to explain why people behave in a particular way in a particular social situation. അത് മാത്രമല്ല സോഷ്യൽ സൈക്കോളജി എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 പേരെടുത്തു, ഒരു ആക്സിഡൻറ്റ് നടന്നിടത്ത് കൊണ്ടുവച്ചു. 10 ആൾക്കാർ ഒരു ആക്സിഡൻറ്റ് നടന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയേക്കാം. 10 ആൾക്കാരും 10 തരത്തിലാവൂലേ കാണിക്കുക? അല്ലെങ്കിൽ വേണ്ട, 2 ആൾ ചിലപ്പോൾ ഒരേപോലെ കാണിക്കും, 3 ആൾ ഒരേപോലെ കാണിക്കും, ബാക്കി 4 ആൾ ചിലപ്പോൾ വേറെ തരത്തിൽ കാണിക്കും. ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ബിഹേവ് പർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷൻസിൽ ഓരോരുത്തരും എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്, ഇത് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്ലൈ സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. അതായത് സയൻറ്റിഫിക് ഇൻ നേച്ചറാണ്. ഒബ്സർവേഷൻ, ഡിസ്ക്രിപ്ഷൻ, മെഷർമെൻറ്റ് ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കുന്നത്. ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റിലൂടെയാണ്. മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് പ്രഡിക്ഷൻ ആണ്. എങ്ങനെയാണ് സയൻറ്റിഫിക് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ്, റാദർ ദാൻ ഓൺ കോമൺ ബിലീഫ്സ്. പിന്നെ അതുമാത്രമല്ല, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് അക്കൗണ്ട് ആണ് ഇപ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. ഓരോരുത്തരുടെയും
ഫീലിങ്സ്, തോട്ട്സ്, ബിഹേവിയർ ഇതൊക്കെ എന്ത് പഠിക്കുന്നുണ്ട്? സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. ദ വെരി ഇഷ്യൂസ് ഓഫ് ദ ഫീൽഡ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ് thoughts, feelings and behavior. Social psychology studies cognition that are relates to social activities. സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ടുള്ള കൊഗ്നിഷനെ പറ്റിയിട്ടാണ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇൻഡിവിജ്വൽ സൈക്കോളജി ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. മെയിനായിട്ട് നമുക്ക് ഓരോന്നിലും എടുത്തു പറയാനുള്ളത് ഇതാണ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അത് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്കിത് ആൻസറിലും ഇത് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലുള്ള കോഗ്നിഷനെ പറ്റി പഠിക്കുന്നു. ആൻഡ് ദാറ്റ് ഹെൽപ്സ് us ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദ പ്രെഡിക്റ്റിംഗ് അവർ സോഷ്യൽ ബിഹേവിയർ. നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജി ഓൾസോ സ്റ്റഡീസ് ദ ഫീലിംഗ്സ് വി എക്സ്പീരിയൻസസ് ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻ അവർ സോഷ്യൽ ലൈഫ്സ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഫീലിങ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ഫീലിങ്സിനെ ഇൻ അവർ സോഷ്യൽ ലൈഫ്സ്. Social psychology studies this behavior in the form of cooperation, help in behavior, conflict, aggression. ഈ രീതിയിലൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി ബിഹേവിയറിനൊക്കെ പഠിക്കുന്നത്. നമുക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കുന്നത്? കോപ്പറേഷൻ, മറ്റുള്ളവരുമായിട്ടുള്ള കോപ്പറേറ്റീവ് ബിഹേവിയർ എങ്ങനെയാണ്? ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എങ്ങനെയാണ്? മറ്റുള്ളവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ലീഡർഷിപ്പ്, അഗ്രഷൻ, ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി ഇൻഡിവിജ്വൽസിൻ്റെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ പഠിക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ. ഇനി അടുത്തത് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇനി സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ പഠിക്കുകയാണ്. ഓരോരുത്തരുടെയും ബിഹേവിയറും തോട്ട്സും ഫീലിങ്സിനും ഒക്കെ പറഞ്ഞ് ഇനി ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ 10 ആൾക്കാരെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കില്ല 10 ആൾക്കാരുള്ളവർക്ക് കാണിക്കുക. അപ്പോൾ അതാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റിലും കൂടെ ബിഹേവിയർ പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി. ദിസ് കോമ്പോണന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി റെഫേഴ്സ് ദാറ്റ് എവർ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ പീപ്പിൾ ആൻഡ് വി ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾസ് ബിഹേവിയർ. കണ്ടപ്പോൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? മറ്റുള്ളവരെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മളും അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈവൻ ദ ഇംപ്ലൈഡ് ഓർ ഇമാജിൻഡ് പ്രസൻസ് ഓഫ് അതേഴ്സ് ക്യാൻ ഹാവ് ഇമ്പോർട്ടൻറ്റ് എഫക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ. നമുക്കറിയാം അല്ലേ, ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഇമാജിൻഡ് പ്രസൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ കാണിക്കുന്ന ദേഷ്യം ചിലപ്പോൾ 2-3 ആൾക്കാർ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കില്ല അല്ലേ. അപ്പോൾ ഇമാജിൻഡ് പ്രസൻസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് പ്രസൻസ് മറ്റുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ എന്തുണ്ടായിരിക്കും? ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കേർട്ട് ലെവിൻ, എ ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, one of the important early figures in social psychology, he recognized as the founder of social psychology. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കേർട്ട് ലെവിൻ ആണ്. എഴുതണം കേട്ടോ, നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ് കേർട്ട് ലെവിൻ. ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്, റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി. ഹി പ്രൊപ്പോസ്ഡ് എ മോഡൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ. അപ്പോൾ അദ്ദേഹം ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ മനസ്സിലാക്കാനായിട്ട് ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. വിച്ച് സേസ് ദാറ്റ് സോഷ്യൽ ബിഹേവിയർ ഈസ് എ ഫങ്ഷൻ ഓഫ് ദി ഇൻട്രാക്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മോഡൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ എന്ന് പറയുന്നത് സിറ്റുവേഷനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പ്ലസ് ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്ലസ് സിറ്റുവേഷനും അതിനനുസരിച്ചാണ് ഞാൻ ബിഹേവ് ചെയ്യുക. ഇപ്പം ഞാൻ പറയാണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. പ്ലസ് ഒരു സിറ്റുവേഷൻ വരികയാണ്, ഭയങ്കര നോയ്സി ആയിട്ട് എല്ലാവരും വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ വരികയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കും. അപ്പോൾ കേർട്ട് ലെവിൻ ഇതാണ് പറഞ്ഞത്, നമ്മുടെ ഓരോരുത്തരുടെയും സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദി ഇൻട്രാക്ഷൻ ഓഫ് ദി സിറ്റുവേഷൻ. ആ സിറ്റുവേഷനോടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ പ്ലസ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സും. അക്കോർഡിംഗ് ടു ഫോർമുല ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ കേർട്ട് ലെവിൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കേർട്ട് ലെവിൻ ഒരു ഫോർമുല പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ബിഹേവിയർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഇൻട്രാക്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓർ ബി ഈക്വൽ ടു, ബി എന്ന് പറയുന്നത് ബിഹേവിയർ, എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ, പി എന്ന് പറയുന്നത് സിറ്റുവേഷൻ, ഇ എന്ന് പേഴ്സണാലിറ്റി, പി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി, ഇ എന്ന് പറയുന്നത് നമ്മുടെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ്. ദിസ് സജസ്റ്റ് ദാറ്റ് ദ ബിഹേവിയർ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് ഓർ ഹെർ എൻവയറമെൻറ്റ്. നമ്മുടെ ബിഹേവിയർ പ്ലസ് എന്താണ്? എൻവയറമെൻറ്റ്.
അതാണ് പേഴ്സണാലിറ്റി പ്ലസ് എൻവയറമെൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ബിഹേവിയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതണം. ബി ഈക്വൽ ടു എഫ് ഓഫ് പി ആൻഡ് ഇ. ബി എന്ന് പറയുന്നത് ബിഹേവിയർ, എഫ് ഫംഗ്ഷൻ ഓഫ് പി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി, ഇ എന്ന് പറയുന്നത് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. അതായത് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ പഠിച്ചു, നേച്ചർ പഠിച്ചു. ഇനി അടുത്തത് സ്കോപ്പാണ് നോക്കാനുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മിക്കവാറും നേച്ചർ ആൻഡ് സ്കോപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കാറ്. ഇനി അതല്ല, നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ആണ് ചോദിക്കുന്നത്, പ്ലസ് സോഷ്യൽ സൈക്കോളജീനെ പറ്റിയിട്ടും കൂടെ എഴുതാനുണ്ടെങ്കിൽ എന്തെഴുതാം? നമുക്ക് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ചുരുക്കിയിട്ട് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് വേണം? നമ്മൾ സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ കൊടുത്തു, ഇതെഴുതി. ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ എഴുതി, ആൻഡ് ദെൻ ഡെഫിനിഷൻ കൊടുത്തു. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം, ഹെഡിങ്ങുകൾ മാത്രം എഴുതാം. അല്ലെങ്കിൽ ഇതൊന്ന് ബ്രീഫായിട്ടൊന്ന് 3ഉം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു 3 പോയിന്റ് ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് നമുക്ക് എന്തെഴുതാം? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എഴുതാം. ഓക്കെ, ഇപ്പം നമ്മൾ വെറുതെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം എഴുതാനായിട്ട് പാടില്ല. പ്ലസ് എന്തും കൂടെ വേണം, നമുക്ക് ഒരു പേജ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ വേറെ എന്തെങ്കിലും അതിനെപ്പറ്റി എഴുതിയിട്ട് വേണം ശരിക്കും അതിൻ്റെ മെയിൻ ആൻസറിലേക്ക് പോകാനായിട്ട്. പറഞ്ഞത് മനസ്സിലായോ? ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ് നോക്കാനുള്ളത്. Scope of social psychology. Social psychology concentrates on the individual behavior in the social context. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. എന്തെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ. സോ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യൽ സൈക്കോളജി ഈസ് ദ ഇൻട്രാക്ഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. So the subject matter of social psychology is the interactions of the individual with the other individuals and society as well. അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ഇൻട്രാക്ഷൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിത്ത് അതർ ഇൻഡിവിജ്വൽസ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ. Social psychologists have been emphasizing upon various aspects of attitude such as formation of attitude, attitude structure, attitude change, function of attitude and relationship between and attitude and behavior. ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്കോപ്പുകൾ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്താലും ആ സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് ചോദിക്കും. അതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എൻറ്റയർ സബ്ജക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ പഠിക്കട്ടെ, ആറ്റിറ്റ്യൂഡ് പഠിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് പഠിക്കും, സ്കീമ, പെർസെപ്ഷൻ, ആട്രിബ്യൂട്ട്സ് അത് പഠിക്കും, ബയാസ്, എറേഴ്സ് ഒക്കെ പഠിക്കും, അഗ്രഷൻ, പ്രെജുഡീസ് ഒക്കെ പഠിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഓരോരോ ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? ശരിക്കും സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആയിട്ട് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ അത് ഓർത്ത് വെച്ചാലും മതി. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഹെഡിങ്ങുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സ്കോപ്പിൽ വരുന്നതായിട്ട് കാണും. ഇപ്പോൾ കണ്ടില്ലേ, ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. ഇതിൽ തന്നെ 1 to 7 തന്നെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം. വൺ ഓഫ് ദ എമർജിങ് ഏരിയാസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഈസ് സോഷ്യൽ കോഗ്നിഷൻ വരുന്ന ചാപ്റ്ററാണ്, വിച്ച് സ്റ്റഡീസ് ദ വേസ് പീപ്പിൾ perceive, view, ponder and remember information related to social stimuli. Various phenomena study under social combination are person perception, attribution process, schema, stereotypes etc. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ കോഗ്നിഷൻ റിലേറ്റഡ് ആയിട്ട് പറയും. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്റ്റിമുലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെയാണ് റിമെമ്പർ ചെയ്യുന്നത്, ഓർത്ത് വെക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കീമ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു ഡോക്ടർ എങ്ങനെയാണ്, നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടായിരിക്കും അല്ലേ? കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ട്, വെള്ള കോട്ടുണ്ട്, കാണാൻ നല്ല ലുക്ക് ഉണ്ട്, ഇതൊക്കെയാണ് ഡോക്ടർ എന്നുള്ളത്. വെള്ള കോട്ട് ധരിച്ചവരാണ് ഡോക്ടർ. ഇനി വേണ്ട, പോലീസിനെ എടുക്കാം. പോലീസ് എന്ന് പറഞ്ഞാൽ കാക്കി കളർ യൂണിഫോം ഉണ്ടായിരിക്കും, തൊപ്പി ഉണ്ടായിരിക്കും, ലാത്തി ഉണ്ടായിരിക്കും, ജീപ്പിലായിരിക്കും, ജീപ്പിന് പോലീസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ നമ്മളൊരു മെൻ്റലി റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സ്കീമ. അപ്പോൾ സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ സ്റ്റിമുലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ റിമെമ്പർ ചെയ്യുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് എന്ത്? സോഷ്യൽ സൈക്കോളജിയിലുള്ള സോഷ്യൽ കോഗ്നിഷൻ. അപ്പം അതിൽ വരുന്നതാണ് പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ പ്രോസസ്, സ്കീമ, സ്റ്റീരിയോ ടൈപ്സ് എക്സെട്ര.
പറഞ്ഞത് മനസ്സിലായോ? പഠിക്കും നമ്മളിനി സ്കീം എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കും. സ്കീമാന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഡൗട്ട് വരും ഇതെന്താണ് ഈ സാധനം എന്നുള്ളത്. സിമ്പിളാണ് കേട്ടോ, നമ്മൾ പഠിച്ചെടുക്കും. ഇനി അടുത്തത് social influence is a traditional core area of study in psychology which refers to the way people affect the thoughts, feelings and behaviors of others. Social influence എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ സൈക്കോളജിയിലുള്ളൊരു കോർ ഏരിയ ആണ്. അതായത് മറ്റുള്ളവരുടെ തോട്ട്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ തോട്ട്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഫീലിങ്സ് ബിഹേവിയേഴ്സ് ഒക്കെ എങ്ങനെ മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നു. ഇനി സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ പീപ്പിൾ സംടൈംസ് ആക്ട് ഇൻ എ പ്രോ സോഷ്യൽ വേ. എന്തുകൊണ്ടാണ് ചില സമയത്ത് പ്രോ സോഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നത്? അതായത് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരിക്കും, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും, എല്ലാവരോടും സ്നേഹമായിരിക്കും, ആരെന്ത് ചോദിച്ചാലും സഹായിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു പ്രോ സോഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നത്? ബട്ട് അറ്റ് അതർ ടൈം സെറ്റ് ഇൻ ആൻ ആൻറ്റി സോഷ്യൽ വേ. ചിലരെന്തായിരിക്കും, ചില സമയത്ത് ഭയങ്കര ഹോസ്റ്റലിറ്റി ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, പ്രജുഡിസ് ആയിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതും കൂടെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ നോക്കുന്നുണ്ട്. ഇനി സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് വാസ്റ്റ്ലി സ്റ്റഡീഡ് വേരിയസ് ഫിനോമിന റിലേറ്റഡ് ടു സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. കണ്ടോ, ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫിനോമിനാസ്, അപ്രോച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? മൊത്തത്തിൽ എൻ്റെ ഒരു സബ്ജക്റ്റ് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആയി. Thus, a social psychologist studies almost everything that we do every day in the social context. അപ്പോൾ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ശരിക്കും പഠിക്കുന്നത് എന്താണ്? ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്തൊക്കെ ഡെയിലി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നത്. സ്കോപ്പുകളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. അപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ നോക്കിയത് സോഷ്യൽ സൈക്കോളജി ആദ്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ അതിനുശേഷം നേച്ചർ പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു. ഈ മൂന്നെണ്ണത്തിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഹിസ്റ്ററി നോക്കുകയാണ്. അപ്പം അതിലെ സോഷ്യൽ സൈക്കോളജി വന്നത് എവിടെ നിന്ന് തൊട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത്. ദ ഏർലിയസ്റ്റ് റൂട്ട്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആർ തോട്ട് ടു ബി എ ഗ്രൂപ്പ് ഓഫ് ജർമ്മൻ സ്കോളേഴ്സ് ഹു വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫർ ഹേഗൽ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ സ്കോളേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അവരാണ് ഈ ഒരു സോഷ്യൽ സൈക്കോളജി കൊടുത്തതെന്നാണ് പറയുന്നത്. അവർ ആരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്? ഫിലോസഫറായ ഹേഗലിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ജർമ്മൻ സ്കോളേഴ്സ് സോഷ്യൽ സൈക്കോളജി കൊണ്ടുവന്നിട്ടുള്ളത്. The concept of collective mind was interpreted in conflicting ways. On the one hand, a societal way of thinking within the individual. On the other hand, a forms of trans-individual mentality that could encompass a whole group of people. അപ്പോൾ ഇതിലൊരു കളക്റ്റീവ് മൈൻഡായിട്ടും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ് ഇൻഡിവിജ്വൽ മെൻറ്റാലിറ്റി. ഇത് രണ്ടും പറയുന്നുണ്ട്. കളക്റ്റീവ് മൈൻഡായിട്ടുള്ള ആൾക്കാരെ പറ്റിയും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ് ഇൻഡിവിജ്വൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ. ഇതിനെ രണ്ടിനെയും പറ്റിയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. The two earliest textbooks on social psychology were written by the psychologist William McDougall 1908 in Britain and the sociologist Rose in America. സോഷ്യൽ സൈക്കോളജിയിലുള്ള ഏർലിയസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ റിട്ടേൺ ചെയ്തത് ആരൊക്കെയാണ്? വില്യം മക്ഡോഗൽ 1908 ഇൻ ബ്രിട്ടനിലെ, പിന്നെ അതേപോലെ തന്നെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോസ്. ഇവർ രണ്ടുപേരാണ് സോഷ്യൽ സൈക്കോളജിയിൽ ആദ്യമായിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഹൗവർ നൺ ഓഫ് ദീസ് ടെക്സ്റ്റ് ബുക്ക് വെയർ ലൈക്ക് എ മോഡേൺ സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ രണ്ട് ബുക്കുകളും ഇപ്പോഴത്തെ പോലെ മോഡേൺ സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പോലെ ആയിരുന്നില്ല. At the end of 19th century, the beginning of 20th century, social psychology started to systematically measure the thoughts, feelings and behaviors of human beings. അങ്ങനെ 18ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ആ ഒരു ടൈമിലാണ് സിസ്റ്റമാറ്റിക്കലി പറയുന്ന കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുവരെ തിയറീസ് മാത്രമേ ഉള്ളൂ, ബുക്ക് പബ്ലിഷ് ചെയ്തു എന്ന് മാത്രമല്ലാതെ വേറെ അഡീഷണലി വേറെ ഒന്നും നടന്നിരുന്നില്ല. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എന്തായി?
നമ്മുടെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറൊക്കെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എ നമ്പർ ഓഫ് ലബോറട്ടറീസ് വെർ സെറ്റപ്പ് ഇൻ യൂറോപ്പ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് എ സൈക്കോളജിക്കൽ ലബോറട്ടറി അറ്റ് ലീപ്സിക് ഇൻ 1879 സെറ്റപ്പ് ബൈ വില്യം വൂൺ ടു പ്രൊവൈഡ് എൻ എക്സ്പെരിമെൻ്റൽ ബേസിസ് ഫോർ സൈക്കോളജി ഇൻ ജർമ്മനി. അപ്പോഴാണ് 1879 നമ്മുടെ വില്യം വൂണ്ട് ഒരു ലബോറട്ടറി സൈക്കോളജിക്ക് വേണ്ടി മാത്രം ഒരു ലബോറട്ടറി ലീപ്സിക് യൂണിവേഴ്സിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതോടുകൂടിയിട്ടാണ് ലബോറട്ടറികൾ വന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് എന്ത് സിസ്റ്റമാറ്റിക്കലി ഇതൊക്കെ മെഷർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മീൻ ടൈം the behaviorist John Watson published his classic scientific manifesto for psychology in 1930. അപ്പോൾ അതിനുശേഷം ജോൺ വാട്സൺ എന്ത് ചെയ്തു? ബിഹേവിയറിസ്റ്റ് ജോൺ വാട്സോണിയൻ ബിഹേവിയറിസം നമ്മൾ പഠിക്കൂട്ടോ 106 അപ്പോൾ ബിഹേവിയറിസ്റ്റ് ജോൺ വാട്സൺ എന്ത് ചെയ്തു? ക്ലാസിക് സയൻറ്റിഫിക് മാനിഫെസ്റ്റോ സൈക്കോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിക് സയൻറ്റിഫിക് മാനിഫെസ്റ്റോ 1913 പബ്ലിഷ് ചെയ്തു. ഇൻ 1924 ഇൻസ്പയർഡ് ബൈ വാട്സൺ, Floyd Alport published an agenda for social psychology and argued that social psychology would flourish only if it became an experimental science. അപ്പോൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആയി. വാട്സൻ്റെ ബിഹേവിയറിസം മോഡലിലുള്ള ഒരു സയൻറ്റിഫിക് മാനിഫെസ്റ്റോ ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു? ഫ്ലോയിഡ് ആൽപോർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അദ്ദേഹം സോഷ്യൽ സൈക്കോളജിക്ക് മാത്രമായിട്ട് ഒരു അജണ്ട പബ്ലിഷ് ചെയ്തു. അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സൈക്കോളജി ഒരു എക്സ്പെരിമെൻ്റൽ സയൻസ് മാത്രമായെങ്കിൽ അത് ഫ്ലറിഷ് ആവുകയുള്ളൂ. ഒരു എക്സ്പെരിമെൻ്റൽ സയൻസ് ആക്കിയിട്ട് സോഷ്യൽ സൈക്കോളജീനെ മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഷോർട്ട്ലി ആഫ്റ്റർ ഗാർഡ്നർ മുർഫി ആൻഡ് ലൂയിസ് മുർഫി published a book actually entitled Experimental Social Psychology. First experiments in social psychology is often identified as Norman triplet study on how people can put more effort into a task when other people are present as observers or competitors. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് സോഷ്യൽ സൈക്കോളജിയിൽ നടന്നത് ഈ നോർമൻ ട്രിപ്ലെറ്റ് ആണ്. നോർമൻ ട്രിപ്ലെറ്റ് എന്നാണ് ആ സ്റ്റഡിയുടെ പേര്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രസൻസ് എങ്ങനെ നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ എങ്ങനെ കൂട്ടും അത് അറിയാനായിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു എന്ത് നോർമൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. സൈക്കിൾ റേസ് ഒക്കെ ആയിരുന്നു മെയിനായിട്ട് അതിലുണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ട് സൈക്കിൾ റേസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആൾക്കാരുടെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ആരവങ്ങൾ എന്ത് ചെയ്യും? ഇവരെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ലെവൽ കൂടും. അപ്പോൾ അതായിരുന്നു നോർമൻ ട്രിപ്ലെറ്റ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നോർമൻ ട്രിപ്ലെറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് കുട്ടികളെ നിർത്തിയിട്ട് ഫിഷിങ്ങിനായിട്ട് നിർത്തും. ചൂണ്ട കൊടുക്കും കയ്യിൽ, എന്നിട്ട് ഫിഷ് ചെയ്യാനായിട്ട് പറയും. അപ്പോഴും ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ട് എന്നുണ്ട് വെച്ചെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ലെവൽ കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതായിരുന്നു സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നോർമൻ ട്രിപ്ലെറ്റ്സ് സ്റ്റഡി. അപ്പോൾ നമ്മൾ ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ് പറഞ്ഞത്. ഫിലോസഫർ ഹേഗലിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജർമ്മൻ സ്കോളേഴ്സാണ് ഇതിൻ്റെ റൂട്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. കളക്റ്റീവ് മൈൻഡ് അതുപോലെ തന്നെ ട്രാൻസ് ഇൻഡിവിജ്വൽ മെൻറ്റാലിറ്റി ഒക്കെ പറയുന്നുണ്ട്. വില്യം മെക്ഡോഗളാണ് ആദ്യമായിട്ട് ഒരു സോഷ്യൽ സൈക്കോളജിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോസ് ഇൻ അമേരിക്ക. ഇത് രണ്ടും മോഡേൺ സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പോലെ ആയിരുന്നില്ല. 19th സെഞ്ച്വറി 20th സെഞ്ച്വറിയുടെ ആദ്യത്തിലാണ് ബിഹേവിയേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അത് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തോട്ട്സ് ഫീലിങ്സ് ഒക്കെ സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമ്പർ ഓഫ് ലാബോറട്ടറീസ് വില്യം കൊണ്ട് ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് ലാബോറട്ടറീസ് വന്നു. അതിനുശേഷം ബിഹേവിയറിസ്റ്റ് ജോൺ വാട്സൺ 1913 സയൻറ്റിഫിക് മാനിഫെസ്റ്റോ ഫോർ സൈക്കോളജി പബ്ലിഷ് ചെയ്തു. അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഫ്ലോയിഡ് ആൽപോർട്ട് എന്ത് ചെയ്തു? സോഷ്യൽ സൈക്കോളജിനെ ഒരു എക്സ്പെരിമെൻ്റൽ സയൻസ് ആക്കി മാറ്റണമെന്ന് പറഞ്ഞു. ദെൻ ഗാർഡ്നർ മുർഫി ആൻഡ് ലൂയിസ് മുർഫി ഒരു എക്സ്പെരിമെൻ്റൽ സോഷ്യൽ സൈക്കോളജി എന്ന പേരുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. നോർമൻ ട്രിപ്ലെറ്റ് സ്റ്റഡി ആയിരുന്നു സോഷ്യൽ സൈക്കോളജിയിലുള്ള ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്. ഇത്രയും ഓക്കെയാണോ? ഞാനിങ്ങനെ ഷോർട്ടാക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം? ഇത് മാത്രം വായിച്ചു പോയാൽ മതി. അപ്പം ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ മാറ്റി വെച്ചിട്ട് ഇത് മാത്രം പഠിച്ചിട്ട് എന്ത് ചെയ്യാം? എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്തത് ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. During the 1940s and 1950s, Kurt Lewin and Leon Festinger argued for a scientifically rigorous social psychology. അപ്പോൾ 1940s ഒക്കെ ആയപ്പോഴേക്കും 1950s ഒക്കെ കേർട്ട് ലെവിനും അതേപോലെ തന്നെ ലിയോൺ ഫെസ്റ്റിംഗറും രണ്ടുപേരും എന്തുവാ പറയാണ്? സയൻറ്റിഫിക്കലി റിഗറസ് ആക്കണം അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രസ് മീൻസ് കൃത്യമായ എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. അപ്പോൾ സയൻറ്റിഫിക്കലി സോഷ്യൽ സൈക്കോളജീനെ ഒരു സയൻറ്റിഫിക് ഫീൽഡാക്കി മാറ്റണമെന്ന് കേർട്ട് ലെവിനും ലിയോൺ ഫെസ്റ്റിംഗറും പറഞ്ഞു. Levin, known as the father of social psychology, developed many of the important ideas of the discipline, including a focus on the dynamic interactions among people. അപ്പോൾ ആ ഒരു ടൈമിൽ ലെവിൻ എന്ത് ചെയ്യാണ്, ഇൻട്രാക്ഷൻ എമംഗ് പീപ്പിൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡൈനാമിക് ഇൻട്രാക്ഷനെ പറ്റിയിട്ട് ഒരുപാട് ഡിസിപ്ലിൻസ്, ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ഓഫ് ദ ഡിസിപ്ലിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ഇൻട്രാക്ഷൻ പഠിക്കുകയാണ്, ഒരാൾ മറ്റുള്ള ആൾക്കാരോട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെവിൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നു ആ ഒരു ടൈമിൽ. ഇൻ 1954 Festinger edited a book called Research Methods in the Behavioral Science, which stressed the need of scientific measurement and to use laboratory experiments to systematically test about social behavior. എന്താണ് 1954 ഫെസ്റ്റിംഗർ ഒരു ബുക്ക് എഡിറ്റ് ചെയ്തു, റിസർച്ച് മെത്തേഡ്സ് ഇൻ ദ ബിഹേവിയറൽ സയൻസസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഡിറ്റ് ചെയ്തു. അതിൽ മെയിനായിട്ട് എന്തായിരുന്നു, സയൻറ്റിഫിക് മെഷർമെൻറ്റിൻ്റെ ആവശ്യത്തെ പറ്റിയിട്ടായിരുന്നു. അതേപോലെ തന്നെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്യുക, സിസ്റ്റമാറ്റിക്കലി എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബുക്കിനെ എഡിറ്റ് ചെയ്തത്. ഡ്യൂറിങ് ദ ടൈം ഓഫ് വേൾഡ് വാർ II, the studies on conformity were conducted by Musafir Sherif and Solomon Asch. Studies on obedience were conducted by Stanley Milgram and Philip Zimbardo. ഈ സ്റ്റഡീസൊക്കെ ഈ ഒരു ടൈമിൽ വന്നു, അതായത് വേൾഡ് വാർ II ടൈമിലാണ് കൺഫേമിറ്റിയുടെ പേരിലുള്ള സ്റ്റഡീസ്. അതേപോലെ തന്നെ കൺഫേമിറ്റിയിൽ സ്റ്റഡീസ് നടത്തിയത് മുസാഫിർ ഷെരീഫ് ആൻഡ് സോളമൻ ആഷ് ആണ്. സ്റ്റഡീസ് ഓൺ ഒബേഡിയൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയത് സ്റ്റാൻലി മിൽഗ്രാം ആൻഡ് ഫിലിപ്പ് സിംബാർഡോ ആണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. മെയിനായിട്ട് കേർട്ട് ലെവിൻ, ലിയോൺ ഫെസ്റ്റിംഗർ, പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റഡീസ് ഓൺ കൺഫേമിറ്റി പറയുക, അല്ല അതിൻ്റെ ഇടയിൽ ഫെസ്റ്റിംഗറിൻ്റെ റിസർച്ച് മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ സയൻസസിലുള്ള ഒരു എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ സ്റ്റഡീസ് ഓൺ കൺഫേമിറ്റിയുടെ ആൾക്കാരുടെ പേര് പറയുന്നു, സ്റ്റഡീസ് ഓൺ ഒബീഡിയൻസിൻ്റെയും പറയുന്നു. ഇതൊക്കെ പഠിക്കൂട്ടോ നമ്മൾ. കൺഫേമിറ്റി സ്റ്റഡി എന്താണ്, കട്ടായോ അതിലിടയ്ക്ക്, നെറ്റ് ഒന്ന് പോയതാണേ. കേൾക്കുന്നില്ലേ, പ്രസന്റേഷൻ പോയിട്ടില്ലല്ലോ, കാണുന്നില്ലേ എല്ലാവർക്കും? കാണുന്നുണ്ട് മാം. അപ്പം ഇനി അപ്പോൾ അതൊക്കെ എഴുതുക. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, സ്റ്റഡീസ് ഓൺ കൺഫേമിറ്റി, ഒബീഡിയൻസ്, ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളപ്പോൾ നോക്കും. ഇനി അടുത്തത് എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഈ പറയുന്ന ഹെഡിങ്ങുകളൊക്കെ എഴുതിയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് എഴുതാൻ വരും കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി ഫെർദർ എക്സ്പാൻഡഡ് ഓൺ അതർ ടോപ്പിക്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ മാത്രമല്ല മറ്റുള്ള ടോപ്പിക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി കവർ ചെയ്യുന്നുണ്ട്. ജോൺ ഡാർലി ആൻഡ് ബി പ്ലാറ്റൻ ഡെവലപ്ഡ് എ മോഡൽ ടു എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് വെൻ പീപ്പിൾ ഡു ആൻഡ് ഡു നോട്ട് ഹെൽപ്പ് അതേഴ്സ് ഇൻ നീഡ്സ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റീനെ പറ്റി പറയാണ്, മറ്റുള്ളവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നു, ഈ ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ജോൺ ഡാർലി ആൻഡ് ബി പ്ലാറ്റൻ. ലിയോനാർഡ് ബെർക്കോവിറ്റ്സ് സ്റ്റാർട്ടഡ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ അഗ്രഷൻ. ഹ്യൂമൻ അഗ്രഷനെ പറ്റി പഠിച്ചത് ആരായിരുന്നു, ലിയോനാർഡ് ബെർക്കോവിറ്റ്സ്. അപ്പം മറ്റ് ഏരിയാസാണ് പറയുന്നത്. സോഷ്യൽ സൈക്കോളജി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഏരിയാസിലോട്ട്. മെയിൻലി അതർ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഒരു ഗ്രൂപ്പ് ലെവൽ മെക്കാനിസം നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയായി ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഗോർഡൻ ആൽപോർട്ട് ആൻഡ് മുസാഫിർ ഷെരീഫ് ഫോക്കസ്ഡ് ഓൺ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ് വിത്ത് ദ ഗോൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പൊട്ടൻഷ്യലി റെഡ്യൂസിങ് ദ ഒക്വറൻസ് ഓഫ് സ്റ്റീരിയോടൈപ്സ്, prejudice and
ഡിസ്ക്രിമിനേഷൻ. ഗോർഡൻ ആൽപോർട്ടും മുസാഫി ഷെരീഫും എന്താണ് ഫോക്കസ് ചെയ്തത്? ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻസ് ആണ്. ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള ആൾക്കാരുടെ റിലേഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്, അവരുടെ ഒക്വറൻസ്, സ്റ്റീരിയോ ടൈപ്സ്, പ്രെജുഡിസ്, ഡിസ്ക്രിമിനേഷൻ, ഇതിനെപ്പറ്റിയൊക്കെ ഇവർ രണ്ടുപേരും ഇൻ്റർ ഗ്രൂപ്പ് റിലേഷനെ ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻ ദ ലേറ്റ് 20th century, social psychology expanded into the field of attitudes and significance of cognitive processing attitude. അപ്പോൾ 20th centuryയുടെ അവസാനമായപ്പോഴേക്കും മറ്റൊരു ഏരിയയും കൂടി എത്തി, ആറ്റിറ്റ്യൂഡിനെ പറ്റി പഠിക്കുകയാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ആറ്റിറ്റ്യൂഡ്സ്. Social psychologists also started studying the process of persuasion പറ്റി പഠിക്കുന്നു. They focused on the cognitive process that people use when evaluating messages. Persuasion എന്ന് പറയുന്നത് എന്താ? അതായത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു മെസ്സേജ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ എന്താണ്. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം. നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം, പോസിറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നടക്കുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ എന്താണ്, അതാണ് പ്രോസസ് ഓഫ് പെർസുവേഷൻ ഫോക്കസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ വാസ് ഓൾസോ സ്റ്റഡീഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അത് മാത്രമല്ല ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻ അതും കൂടെ ഈ ഒരു ടൈമിൽ പഠിക്കുന്നുണ്ട്. Leon Festinger important cognitive dissonance theory was developed during this time and became a model for later researchers. ആ ഒരു ടൈമിലാണ് ലിയോൺ ഫെസ്റ്റിംഗർ എന്ത് ചെയ്തത്? കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ നമ്മൾ പഠിക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതായത് ഈ ഒരു ഡിസണൻസ് തിയറിയാണ്, കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറിയാണ് ലേറ്റർ റിസർച്ചുകൾക്ക് ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. Due to advances in information technology, focus of social psychology on cognitive process were further substantiated. അപ്പോൾ അത് മാത്രമല്ല ഇൻഫർമേഷൻ ടെക്നോളജി അതിലും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അതിനും കൂടെ സോഷ്യൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്നുണ്ട്. ദ സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ച് ഹാസ് ബീൻ ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് of how our knowledge about our social world develops and how it influences our social thinking and behavior. Social cognition approach എന്താണ് പഠിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുപാടിനെ പറ്റിയിട്ടുള്ള അറിവുകൾ എന്താണ്, അതെങ്ങനെ നമ്മുടെ സോഷ്യൽ തിങ്കിങ്ങിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്? സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ച് നമ്മൾ പഠിക്കുക, നമ്മൾ ചുറ്റുപാടുകളെ സോഷ്യൽ വേൾഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ട്. ആ അറിവ് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതെങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും സോഷ്യൽ തിങ്കിങ്ങിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സോഷ്യൽ കോഗ്നിഷൻ നോക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷനാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ കൺഫേമിറ്റി, ഒബീഡിയൻസ് കൂടാതെ പല ഏരിയാസ് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. അതർ ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റീനെ പറ്റി പറയുന്നുണ്ട്, അഗ്രഷൻ പഠിക്കുന്നുണ്ട്, ഗ്രൂപ്പിലുള്ള ഡിസിഷൻ മേക്കിംഗ് പഠിക്കുന്നുണ്ട്, ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻസ് അതായത് ഒക്വറൻസ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ്, പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ പഠിക്കുന്നുണ്ട്. ലേറ്റ് 20th century ആയപ്പോഴേക്കും ആറ്റിറ്റ്യൂഡ്സ് പഠിക്കുന്നുണ്ട്. ആൻഡ് ദെൻ പെർസുവേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ പഠിക്കുന്നുണ്ട്. പിന്നെ ലിയോൺ ഫെസ്റ്റിംഗർ കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയും സോഷ്യൽ സൈക്കോളജിയും കൂടെയുള്ള കാര്യങ്ങൾ. ആൻഡ് ദെൻ ലാസ്റ്റ് സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ച് പഠിക്കുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെയും സോഷ്യൽ തിങ്കിങ്ങും ബിഹേവിയറും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വേൾഡിനെ പറ്റിയിട്ട് നമ്മുടെ നോളജ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. ഓക്കെ ആണോ? എക്സ്പാൻഷൻ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, ഏറ്റവും ലാസ്റ്റത്തെയാണ് സോഷ്യൽ സൈക്കോളജി ഇൻ 21st century. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തി 21st century. ഇപ്പോൾ എന്താണ് സോഷ്യൽ സൈക്കോളജി, അതും കൂടെ കഴിഞ്ഞു അല്ലേ? ഡെവലപ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ സൈക്കോളജി ഹാസ് ബീൻ സ്റ്റിൽ എക്സ്പാൻഡിങ് ഇൻ ടു മെനി ഏരിയാസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. എന്താണ്? ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്നിട്ടില്ല. പല ഏരിയാസും ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത്? സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ് ഓൺ അവർ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ദ ഫീൽഡ് ഓഫ് സോഷ്യൽ ന്യൂറോ സയൻസ് ഹാസ് ഓൾസോ എമർജ്ഡ്. എന്താണ്? സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ് ഓൺ അവർ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ കോണ്ടാക്സ്റ്റിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും മാത്രമല്ല, അതെങ്ങനെ നമ്മുടെ ഹെൽത്തിനെയും ഹാപ്പിനെസ്സിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അതും കൂടെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. അത് മാത്രമല്ല സോഷ്യൽ ന്യൂറോ സയൻസ് which studies that how our social behavior both influences and is influenced by the activities of our brain. ഒരു സോഷ്യൽ ബിഹേവിയർ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിൽ ബ്രെയിനുള്ള പാർട്ട് എന്താണ്, ബ്രെയിൻ എങ്ങനെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്,
അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ ബ്രെയിൻ എന്താണ് റോള്, ഇതിനെപ്പറ്റിയൊക്കെ സോഷ്യൽ ന്യൂറോ സയൻസ് പഠിക്കുന്നുണ്ട്. ആ ഒരു ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആർ കൺസിസ്റ്റൻ്റ്ലി സെർച്ചിങ് ന്യൂ മെത്തേഡ്സ് ടു മെഷർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ബിഹേവിയർ. പിന്നെ അത് മാത്രമല്ല കൺസിസ്റ്റൻ്റ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ മെത്തേഡ്സ് കൊണ്ടുവരികയാണ് നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ പറ്റി മെഷർ ചെയ്യാനും മനസ്സിലാക്കാനും. 21st സെഞ്ച്വറിയിൽ ഇത്രേ പറയാനുള്ളൂ. മെനി ഏരിയാസിലോട്ട് സ്റ്റിൽ എക്സ്പാൻഡിങ് ആണ്. സോഷ്യൽ സിറ്റുവേഷൻസ് നമ്മുടെ ഹെൽത്തിനെ ഹാപ്പിനെസ്സിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്നു. സോഷ്യൽ ന്യൂറോ സയൻസിൻ്റെ എമർജൻസ്, അതായത് സോഷ്യൽ ബിഹേവിയറിൽ എങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് പറയുന്നത്. ദെൻ കൺസിസ്റ്റൻ്റ്ലി ന്യൂ മെത്തേഡ്സ് നമ്മുടെ സോഷ്യൽ ബിഹേവിയർ മെഷർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്ക് വേഗം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് കേട്ടോ ഞാൻ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത്. നാളെ തൊട്ട് സെക്കൻഡ് ചാപ്റ്റർ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പഠിച്ചു പോയാൽ മതി. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ എന്നാണ് സോഷ്യൽ സൈക്കോളജിയുടെ എക്സാം വരുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കിയിട്ടുണ്ടോ? എന്നാണ് 107 എന്നാണ് എക്സാം വരുന്നത്? 22. ഡിസംബർ 22 അല്ലേ? അപ്പോൾ ദിവസമുണ്ട് അല്ലേ? ഒരു ആഴ്ച, ഒരു മാസം, 2 മാസം ഇല്ല, ഒരു 3 ആഴ്ച എന്തായാലും നമുക്ക് കിട്ടും പഠിക്കാനായിട്ട്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി നീക്കി വെച്ചാലും നമുക്കൊരു 20 ഡേയ്സ് എന്തായാലും കിട്ടും. അപ്പോൾ ഞാനൊരു 20 ഡേയ്സിൻ്റെ പ്ലാനാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഓരോ ദിവസം മാക്സിമം ഡെയിലി ഒരു സബ്ജക്റ്റ് തീർക്കുന്ന രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനുള്ളത് കവർ ചെയ്ത് പോവാം. ഇപ്പം ഇതിലെ ആവശ്യമില്ലാത്ത ബ്ലോക്കുകളായിട്ടോ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സായിട്ടോ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പഠിക്കുക. കാരണം എല്ലാ സിലബസും മൊത്തം നമുക്ക് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലായിട്ട് പറ്റില്ല, പഠിക്കാനുള്ള ടൈമും ഇല്ല, പിന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാനും പറ്റില്ല. സോഷ്യൽ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിയറീസും അപ്രോച്ചസും ഫ്ലോ ചാർട്ട് ഡയഗ്രാം ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ സോഷ്യൽ സൈക്കോളജിയിൽ. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെച്ച് എക്സാമിന് ആ ഡയഗ്രാം ഒക്കെ എവിടെയൊക്കെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്നോ അതൊക്കെ വരയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20 ഡേയ്സിൻ്റെ പ്ലാനാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് റെഡിയാവാം. ഓക്കെ അല്ലേ? അപ്പം നാളെ തൊട്ട് റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ്സിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും കേട്ടോ. ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇടണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് കാര്യങ്ങളുണ്ട് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ട് വെച്ചെങ്കിൽ അതും കൂടെ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.